മനുഷ്യ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ രക്തം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ എല്ലാ സമയത്തും ഒരുപോലെ പ്രവർത്തിക്കുന്ന അവയവമാണ് ഹൃദയം. ഇന്ന് മെലിഞ്ഞ ആളുകളിലും കൊളസ്ട്രോൾ ഇല്ലാത്തവരിലും യുവാക്കളിലും പോലും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പെരുകി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇന്ന് കൂടി വരുന്നതെന്നും ഹൃദയത്തിൻ്റെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിലുള്ള ആഹാരങ്ങളാണ് കഴിക്കേണ്ടത്, വ്യായാമം ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള എണ്ണകൾ, അതായത് വെളിച്ചെണ്ണയാണോ, സൺഫ്ലവർ ഓയിലാണോ, ഒലിവ് ഓയിലാണോ, ആൽമണ്ട് ഓയിലാണോ, പാം ഓയിലാണോ, ഏതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത്, മുട്ട കഴിക്കുന്നത് കൊണ്ട് ഹൃദയത്തിന് എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഉണ്ടാകുമോ, വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ചിലർ പറയാറുണ്ട് അമിതമായിട്ട് വ്യായാമം ചെയ്യുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്, എന്നാൽ വ്യായാമം കുറഞ്ഞ ആളുകളിലും ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് സത്യാവസ്ഥ മുതലായി നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കും നമ്മുടെ ആഹാര ക്രമീകരണം എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ആഹാര ക്രമീകരണത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സമയബന്ധിതമായിട്ടുള്ള ആഹാര ക്രമീകരണമാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം എപ്പോഴും രാവിലെ നമ്മളിപ്പോൾ 8 മണിക്ക് ആഹാരം കഴിക്കുന്നു, ഉച്ചയ്ക്ക് 1 മണിക്ക് ആഹാരം കഴിക്കുന്നു, അതുപോലെ തന്നെ വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ നമ്മൾ ചായയോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നു. അതിനുശേഷം 7 മണിക്ക് മുൻപ് അല്ലെങ്കിൽ 7:30 മണിക്ക് മുൻപ് നമ്മുടെ രാത്രിയിലുള്ള അത്താഴം കഴിക്കുക. ഈ ഒരു രീതി ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ബിസി ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ഒരാൾക്കും ഈ ഒരു സമയം കൃത്യമായിട്ട് പാലിക്കാൻ കഴിയത്തില്ല. പല സമയത്ത് നമ്മുടെ ആഹാരം സ്കിപ്പ് ചെയ്യും, ചില സമയത്ത് അമിതമായിട്ട് ആഹാരം കഴിക്കേണ്ടി വരുന്നൊരു രീതിയുണ്ട്. ഇനി രണ്ടാമത്തേത്, നമ്മൾ അമിതമായിട്ടുള്ള ആഹാരം കഴിക്കരുത് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ആഹാരം കഴിക്കാനായിട്ടിരിക്കുമ്പോൾ നമുക്ക് പറ്റുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം ആദ്യം കുറച്ചെടുത്ത് കഴിക്കും, വീണ്ടും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വിളമ്പി കഴിക്കുന്ന ഒരു രീതി നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്ത് എപ്പോഴും വേണ്ടത് നമുക്കൊരു ലിമിറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു സമയം നമുക്ക് വേണ്ട ആഹാരം എത്രയാണോ അതൊരു പ്ലേറ്റിൽ എടുത്തിട്ട് നമ്മൾ കൊണ്ടുവരുന്നു, അത് കൃത്യമായിട്ട് നമ്മൾ കഴിക്കുന്നു. അതിൽ കൂടുതലുള്ള ഭക്ഷണം നമ്മൾ വേണ്ട എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുകയാണ് വേണ്ടത്. ഒരു സമയത്ത് 2 ചപ്പാത്തിയും കറിയുമാണ് നിങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അത് വിളമ്പിയെടുത്ത് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവയ്ക്കുക, അതിൽ നിന്ന് എടുത്ത് കഴിക്കുക എന്നൊരു രീതിയായിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തേതായിട്ട്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്ത് എന്തൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നു എന്നുണ്ട്. അതായത് വിളമ്പി കൊണ്ടുവരുന്ന ആഹാരത്തിൽ എന്തൊക്കെ വേണം. സാധാരണ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന സമയത്ത് ആളുകൾക്ക് ചോറ് കഴിക്കാമോ, ബിരിയാണി കഴിക്കാമോ, കുഴിമന്തി കഴിക്കാമോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇവിടെ നമ്മൾ അറിയാനുള്ളത്, നമ്മൾ എടുക്കുന്ന ആഹാരത്തിന് എപ്പോഴും ഒരു കോമ്പിനേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതായത് കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായി ഒഴിവാക്കണം എന്ന് ഒരു പഠനങ്ങളും ഇതുവരെ പറയുന്നില്ല. അതുപോലെ തന്നെ ഫാറ്റ് പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ട എന്നും പറയുന്നില്ല. എന്നാൽ നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന ആഹാരം പലപ്പോഴും നമ്മൾ പലതരത്തിലുള്ള ഡയറ്റുകളുടെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചില തരത്തിലുള്ള ആഹാരങ്ങൾ കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, കാർബോഹൈഡ്രേറ്റ് നമുക്ക് ആവശ്യമാണ്, ഫാറ്റ് കണ്ടൻറ്റ് ആവശ്യമാണ്, അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടൻറ്റും ആവശ്യമാണ്. പിന്നീട് വൈറ്റമിൻസും മിനറൽസും ശരീരത്തിൽ കിട്ടുകയും വേണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആഹാരത്തിൽ ഇവയെല്ലാം കോമ്പിനേഷനായിട്ട്, അതായത് എല്ലാം ഒരു കൃത്യമായിട്ടുള്ള അളവിലായിരിക്കണം നമ്മൾ ഓരോ സമയവും ആഹാരം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കഴിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പിന്നീട് പലർക്കും പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സമയത്ത് ഒരുപാട് ആഹാരം കഴിക്കുന്ന ഒരു ശ്രമം. അതായത് രാവിലെ നമ്മൾ വയറ് നിറയെ ആഹാരം കഴിച്ചിട്ട് പോകുക, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വയറ് നിറയെ ആഹാരം കഴിക്കുക. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മൾ ചെയ്യാനുള്ളത്, നമുക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം പകുതി വയറ് നിറയുന്നതിന് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന രീതിയിൽ നമ്മൾ കഴിക്കുക. അതായത് ഒരു 3/4 വയറോളം കഴിച്ചിട്ട് 2 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കഴിക്കുന്ന ആഹാരത്തെ വേണമെങ്കിൽ, നമുക്കിപ്പോൾ ഈ ഒരു ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗറിൻ്റെ പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൂടി നിങ്ങളെ ബാധിക്കുന്നുണ്ട്. ഹൃദയത്തിന് എന്തെങ്കിലും തകരാറ് വരുമോ എന്നൊരു ഭയമാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നമ്മൾ ഈ ആഹാരത്തെ ഡിവൈഡ് ചെയ്ത് കഴിക്കുക എന്നുള്ള ഒരു രീതി കൊണ്ടുവരിക. അതായത് നമ്മൾ രാവിലെ ലൈറ്റായിട്ട് ആഹാരം കഴിക്കുന്നു, 11 മണിയാകുമ്പോൾ നമ്മൾ ലൈറ്റായിട്ട് ആഹാരം കഴിക്കുന്നു, അതുപോലെ ഉച്ചയ്ക്കും ഈ ഒരു രീതിയിൽ
ഡിവൈഡ് ചെയ്തിട്ടുള്ള ആഹാര രീതിയിലേക്ക് മാറേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി പലർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കീറ്റോ ഡയറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്കിന്ന് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടനവധി ഡയറ്റ് ചാർട്ടുകൾ നമുക്ക് കിട്ടും. ഇതിനനുസരിച്ചിട്ട് നമ്മൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ അമിതമായിട്ടുള്ള ഡയറ്റ് പലപ്പോഴും ഹൃദയത്തിൻ്റെ ആരോഗ്യം തകരാറിലാക്കും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഈ പറഞ്ഞ എല്ലാം ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ ചോറ് കഴിക്കാമോ എന്ന് പലരും ചോദിക്കും, ബിരിയാണി കഴിക്കാമോ എന്ന്. വളരെ ലളിതമായിട്ട് അതിനുള്ള മറുപടി പറഞ്ഞാൽ, നമ്മളിപ്പോൾ കഴിക്കുന്ന ചോറ് അമിതമായിട്ട് എടുക്കുന്നു. അല്ലെങ്കിൽ ബിരിയാണി കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരു മാരേജ് ഫംഗ്ഷന് നിങ്ങൾ പോകുന്ന ആലോചിക്കും, അവർ വിളമ്പാനായിട്ട് വരുമ്പോൾ നമ്മൾ പറയും ചിക്കൻ വളരെ കുറച്ച് മതി. അതായത് നമ്മൾ ചിക്കൻ എടുക്കുന്നത് കുറച്ചിട്ട് ചോറ് കൂടുതലായിട്ട് കഴിക്കും, സാലഡും ഐസ്ക്രീമും നമ്മൾ ഇതിനോടൊപ്പം കഴിക്കും. അപ്പോൾ ഇവിടെ പറ്റുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് കൂടുകയും പ്രോട്ടീൻ കണ്ടൻറ്റിൻ്റെ അളവ് കിട്ടുന്നത് കുറയുകയാണ് ചെയ്തത്. എന്നാൽ നമ്മൾ ഈ സാലഡുകൾ വളരെ ചെറിയ അളവിൽ മാത്രമായിരിക്കും ചിലപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫൈബർ കണ്ടൻറ്റ് കിട്ടുന്നില്ല. നേരെ തിരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ വാങ്ങുന്ന സമയത്ത് ചിക്കൻ കറി വെച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മളൊരു 2-3 പീസ് ചിക്കൻ്റെ പീസ് എടുക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ചെറിയ അളവിൽ ചോറും അത്യാവശ്യം ചോറിൻ്റെ ഒരു പകുതി അളവിലേക്ക് നമ്മൾ സാലഡും എടുക്കുന്നു. ഐസ്ക്രീം നമ്മൾ കഴിക്കുന്നില്ല. അതിന് പകരം 2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കൂടി കുടിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ അത്യാവശ്യം കിട്ടി, ഫൈബർ കിട്ടി, കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ വലുതായിട്ട് കിട്ടിയില്ല, എന്നാൽ അത്യാവശ്യം ഫാറ്റും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആഹാരത്തിൻ്റെ അകത്തൊരു ക്രമീകരണം 3 നേരം കഴിക്കുമ്പോഴും നമ്മൾ ഈ ഒരു ക്രമീകരണം കൂടി കൊണ്ടുവരിക. ഇനി ചിലർ ചോദിക്കാറുണ്ട്, ചോറാണോ നമ്മൾ കുറയ്ക്കേണ്ടത്? ചോറ് സത്യത്തിൽ നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ഒന്നാണ് എന്ന് പഠനത്തിൽ പറയുന്നില്ല. മനുഷ്യൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ചോറാണ്. അതായത് നമ്മുടെ മലയാളികളുടെ ഏറ്റവും നല്ല ആഹാരവും നമ്മൾ ചോറ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ചോറ് കഴിക്കരുതെന്നല്ല, ഇതിനോടൊപ്പം ഇറച്ചിയും മീനും മുട്ടയും ഇങ്ങനെ നമുക്ക് ചേർക്കാൻ പറ്റുന്ന ആഹാരങ്ങളും കടലവർഗ്ഗങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളും പച്ചക്കറികളും ഇലക്കറികളും നമ്മൾ ഇതിനോടുകൂടി ഉൾപ്പെടുത്തുമ്പോൾ ചോറ് കഴിക്കുന്നതിൻ്റെ അളവ് സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ച് നിർത്താനായിട്ട് സാധിക്കും. ഇനി ചിലർ ചോദിക്കും, ഏത് എണ്ണയാണ് നമ്മുടെ ശരീരത്തിന് നല്ലതെന്ന്. സത്യത്തിൽ നമ്മുടെ ഓരോ നാടിനനുസരിച്ച് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണയിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തേങ്ങ, അതായത് നമുക്ക് വെളിച്ചെണ്ണയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. എന്നാൽ നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ അവർ ചിലപ്പോൾ ഈ പറയുന്ന കടുകെണ്ണയും മറ്റും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന എണ്ണയായിരിക്കും നമ്മുടെ ശരീരത്തിന് നല്ലത്. അതുകൊണ്ട് ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് ആട്ടിയെടുത്ത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഹൃദയാരോഗ്യത്തിന് ഏറ്റവും നല്ലത്. ഒപ്പം തന്നെ ഇനി കടയിൽ നിന്ന് വാങ്ങിയിട്ട് കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഉപയോഗിക്കാം. ഭയങ്കര വിലയാണ്, നമുക്ക് പറ്റുവാണെങ്കിൽ അതും എണ്ണ ഉപയോഗിച്ച് പാകം ചെയ്യുന്നതിനേക്കാൾ നല്ലത് സാലഡുകളിൽ എണ്ണ 2-3 തുള്ളി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കഴിക്കുന്നതായിരിക്കും ശരീരത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ളത്. ഇനി വ്യായാമത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, നമ്മൾ ഏത് തരത്തിലുള്ള വ്യായാമം ചെയ്യണം? നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണത്തിനും നമ്മുടെ ലൈഫ് സ്റ്റൈലിനും അനുസരിച്ചാണ് ഏത് വ്യായാമം വേണം എന്നുള്ളത് തിരഞ്ഞെടുക്കാൻ. നിങ്ങൾ രോഗങ്ങളൊന്നുമില്ലാത്ത അത്യാവശ്യം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുത്തുക എന്നുള്ള ആവശ്യത്തിനാണെങ്കിലും നമ്മൾ അത്യാവശ്യം കാർഡിയോ എക്സർസൈസുകളും ട്രെഡ്മില്ലും അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യായാമങ്ങളിലേക്ക് പോകുന്നതായിരിക്കും നമുക്ക് നല്ലത്. പിന്നീട് നമ്മൾ ഒമേഗ 3 അടങ്ങിയിട്ടുള്ള അത്യാവശ്യം സീഡ് വർഗ്ഗങ്ങൾ, അതായത് നമുക്ക് പംകിൻ സീഡ്, ചിയ സീഡ്, ഫ്ലാക്സ് സീഡൊക്കെ നമുക്ക് സാലഡുകളിൽ ചേർത്തിട്ട് കഴിക്കാം. അത്യാവശ്യം ഇറച്ചിയും മീനും മുട്ടയും പാലും ഒക്കെ നമ്മൾ ഓരോ നേരത്തെ ആഹാരത്തോടൊപ്പം പഴവർഗ്ഗങ്ങൾ നമുക്ക് ഇടയ്ക്ക് സാലഡുകൾ ഉണ്ടാക്കുമ്പോൾ അതിനോടൊപ്പം ചേർത്തിട്ടും കഴിക്കാം. ഇനി ഒരു 70 വയസ്സ് 80 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നമുക്ക് ഇവരോട് പ്രത്യേകിച്ച് നിങ്ങൾ റെസ്ട്രിക്ഷൻ ഒന്നും പറയട്ടെ, കാര്യം അവർ ഇറച്ചി കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ മുട്ടയോ പാലോ നമ്മൾ കൊടുക്കുന്ന ആഹാരങ്ങളൊന്നും കഴിക്കാതിരിക്കുകയും, അപ്പോൾ അത്തരത്തിലിരിക്കുന്ന ആളുകൾക്ക് മനസ്സിന് എന്താണോ സന്തോഷം കിട്ടുന്നത് അത്തരത്തിലുള്ള ആഹാരങ്ങൾ ചെറിയ അളവിൽ അവരോട് കഴിക്കാൻ പറയുകയും വളരെ നല്ലൊരു സമീപനവും നമ്മൾ അവരോട് കൊണ്ടുവരികയാണ് ചെയ്യാനുള്ളത്. അതായത് ഇത്തരക്കാർക്ക് ഇനി നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാനുള്ളത് ലൈഫിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു 70 വയസ്സ് 80 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് അമ്മച്ചിമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരോടൊക്കെ നമ്മൾ പറയണം, അത്യാവശ്യം ആഹാരമൊക്കെ അമ്മയെങ്കിലും കഴിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവർക്ക് എല്ലാ ആഹാരങ്ങളും കൊടുക്കുക. യുവാക്കളെ അപേക്ഷിച്ച് അവർ ചെയ്യുന്ന ഡയറ്റുകളൊന്നും ഈ പ്രായത്തിൽ നമ്മൾ ചെയ്യേണ്ടതില്ല എന്നുകൂടി പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കമൻ്റായിട്ടോ നമ്മുടെ നമ്പറിൽ ചോദിക്കുക, കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.